ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് ട്രാൻസ്മിഷൻ ഓഫ് എ WSS, that is wide sense stationary random process through an linear time invariant system. Okay, so ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. സോ ഇത് നമ്മൾ നേരത്തെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലൊക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഞാൻ h(t) ആയിട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഇമ്പൾസ് റെസ്പോൺസ്? h(t) എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ്. സോ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു സിസ്റ്റത്തിലേക്ക് del(t), ഓക്കെ, അതായത് ഒരു ഇമ്പൾസ് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്, എന്താണ് ആ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ്, അതാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. ഹിയർ ഇറ്റ് ഈസ് h(t) ആയിരിക്കും ആ ഇമ്പൾസ് റെസ്പോൺസ്. h(t) ദാറ്റ് മീൻസ് ഇമ്പൾസ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് h(t) ആണ്. അതുകൊണ്ടാണ് h(t) നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ LTI സിസ്റ്റത്തിലേക്ക് ഞാൻ ഒരു ഇൻപുട്ട്, ഒരു റാൻഡം പ്രോസസ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. This x(t), where x(t) is a wide sense stationary random process ആണ്. So you will get an output also. You always remember that ഈ സിസ്റ്റം എന്താണ്? ലീനിയർ ആണല്ലേ. ലീനിയർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ whenever the system is linear, every time when you give a wide sense stationary random process as input, it will generate a റാൻഡം പ്രോസസ് ഔട്ട്പുട്ട് ഓർ വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഏതൊരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടായിട്ട് വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്സാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് എന്തായിട്ട് കിട്ടും? വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിത് തുടങ്ങാനായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ആർ ഗിവിങ് എ റാൻഡം പ്രോസസ് x(t) ആസ് ഇൻപുട്ട് ടു ദിസ് സിസ്റ്റം. ഓക്കെ, and let us write what is the output. അപ്പോൾ നോർമലി ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് h(t) ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ y(t) എഴുതുന്നത്? y(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻപുട്ട് കൺവല്യൂട്ടഡ് വിത്ത് h(t) ആയിരിക്കും. ഓപ്പറേഷൻ എന്താണ്? കൺവല്യൂഷൻ ആണ് ഓപ്പറേഷൻ. ഈ കൺവല്യൂഷൻ ഓപ്പറേറ്ററിനെ നമ്മൾ ടൈം ഡൊമെയിനിൽ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദിസ് ദ ഇക്വേഷൻ വിച്ച് യു ഹാവ് സ്റ്റഡീഡ് ഇൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഈ കൺവല്യൂഷൻ ഓപ്പറേറ്ററിനെ നമ്മൾ ടൈം ഡൊമെയിനിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? -∞ to ∞, x(t) കൺവല്യൂട്ടഡ് വിത്ത് h(t)യെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് x(t)യെ ഷിഫ്റ്റ് ചെയ്യും t മൈനസ് ആൽഫ ഇൻറ്റു h(α) d∝ എന്ന് എഴുതാം. സി, നിങ്ങൾ ചിലപ്പം x(t) മൈനസ് ടൗ h(τ) d∝ എന്നായിരിക്കാം. മേ ബി യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ലൈക്ക് ദിസ്. അത് കുഴപ്പമില്ല. ഇവിടെ ടോയ്ക്ക് പകരം ഞാൻ ഏത് വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാം? ആൽഫ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ബിക്കോസ് ടോ വി ഹാവ് ഓൾറെഡി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ടൈം ഷിഫ്റ്റ് ഇൻ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് വൈ ഐ എം യൂസിങ് ആൽഫ ഹിയർ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ, കൺവല്യൂഷൻ ഇക്വേഷനാണ്. കൺവല്യൂഷൻ ഓപ്പറേറ്ററിനെ നമ്മൾ ടൈം ഡൊമെയിനിൽ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് അറിയാം. ഇനി x(t) എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു റാൻഡം പ്രോസസ്സാണല്ലേ. ആ റാൻഡം പ്രോസസ്സിനെ ഇപ്പോൾ ആൽഫ യൂണിറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും അത് റാൻഡം പ്രോസസ്സ് തന്നെയായിരിക്കും. സോ ഇഫ് x(t) ഈസ് എ റാൻഡം പ്രോസസ്, ദെൻ x(t മൈനസ് വിൽ ഓൾസോ ബി എ റാൻഡം പ്രോസസ്. ഇഫ് x(t) ഈസ് എ വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്, ദെൻ x(t മൈനസ് ആൽഫ വിൽ ഓൾസോ ബി എ വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷനകത്ത് സി ദിസ് ഈസ് എ റാൻഡം പ്രോസസ്. Okay, this is a random process, so we can say y(t) will also be a random process. So y(t) is also a random process. Moreover, ഈ ഫംഗ്ഷൻ നോക്കിക്കേ, ഇതൊരു ടൈമിൻ്റെ ഫംഗ്ഷൻ ആണല്ലേ. ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. സോ അത് ഓഫ് കോഴ്സ് ഒരു റാൻഡം പ്രോസസ്സ് തന്നെയായിരിക്കും. ഓക്കെ, ബിക്കോസ് ഈ x(t മൈനസ് ആൽഫ) എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോസസ്സാണ്. ഇത് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ ഇഫ് ദിസ് ഇൻപുട്ട് ഈസ് ആൻ റാൻഡം പ്രോസസ്, ദെൻ ഔട്ട്പുട്ട് വിൽ ബി റാൻഡം പ്രോസസ്. മോറോവർ ദിസ് ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം.
റാൻഡം പ്രോസസ്സ് നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്, ഓരോ സാമ്പിൾ പോയിന്റിനെ നമ്മളൊരു വേവ് ഫോമിലേക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ടൈമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സോ ഔട്ട്പുട്ട് വിൽ ബി എ റാൻഡം പ്രോസസ്സ്. അപ്പോൾ ഔട്ട്പുട്ട് റാൻഡം പ്രോസസ്സാണെന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് we have to check whether this output y of t is y of t a white sense stationary random process എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് റാൻഡം പ്രോസസ് ആണെന്ന് കിട്ടി. Now we have to see whether the given output is a white sense stationary random process. അപ്പോൾ ഒരു ലീനിയർ ടൈം വേരിയൻറ്റ് സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് വൈറ്റ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റാൻഡം പ്രോസസ് ആണെന്ന് കിട്ടി, ഇനി അത് വൈറ്റ് സെൻസ് സ്റ്റേഷനറി ആണെന്ന് നോക്കാം. സോ വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് ഫോർ എ റാൻഡം പ്രോസസ് ടു ബിക്കം വൈറ്റ് സെൻസ് സ്റ്റേഷനറി വാട്ട് ആർ ദ ടു കണ്ടീഷൻ? ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീൻ കോൺസ്റ്റൻ്റ് ആണോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻ ഹാസ് ടു ബി കോൺസ്റ്റൻറ്റ്. ആൻഡ് വാട്ട് വാസ് ദ സെക്കൻഡ് കണ്ടീഷൻ ഫോർ എ റാൻഡം പ്രോസസ് ടു ബി WSS? ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ഫങ്ഷൻ ഓഫ് ടൈം ഷിഫ്റ്റ് ഓർ ടൈം ഡിഫറൻസിൻ്റെ ഫങ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ടൈം ഷിഫ്റ്റ് ഓർ ടൈം ഡിഫറൻസിൻ്റെ ഫങ്ഷനാണ് ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രോസസ്സ് WSS ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ y of tയുടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? y of tയുടെ മീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് റെപ്രസെൻറ്റ് ദ മീൻ ഓഫ് y of t as like this, mu y, okay, of t. Okay, this is nothing but mean of the, okay, mean of y of t. Now how will you calculate the mean? മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് ഓപ്പറേറ്റർ വെച്ചിട്ടാണ്? എക്സ്പെക്ടേഷൻ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് അല്ലേ. ആവറേജ് ആണ് എക്സ്പെക്ടേഷൻ ഓഫ് വാട്ട്? ഓഫ് ദ ഔട്ട്പുട്ട് y of t ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദിസ് വിൽ ഗീവ് യു മീൻ. മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് എക്സ്പെക്ടേഷൻ ഓപ്പറേറ്റർ. നൗ ദിസ് ഈസ് ഈക്വൽ ടു E of, now what is y of t? y of t ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ. ദിസ് ഈസ് y of t, ദിസ് ഈസ് y of t ഇക്വേഷൻ ആണ്. ഈ y of t ഇക്വേഷൻ എടുത്ത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. സോ വാട്ട് യു വിൽ ഗെറ്റ്? You will get expectation of, instead of y of t, substitute this. So minus infinity to infinity x of t minus alpha into h of alpha d alpha എന്ന് കിട്ടി. ഓക്കെ, നൗ ഈ എക്സ്പെക്ടേഷൻ ഓപ്പറേറ്റർ ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. അതായത് നമുക്ക് ഈ എക്സ്പെക്ടേഷൻ ഓപ്പറേറ്ററിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാം, ഇൻ്റഗ്രേഷനെ നമുക്ക് പുറത്തേക്കും എഴുതാം. ബിക്കോസ് എക്സ്പെക്ടേഷൻ ഓപ്പറേറ്റർ ഈസ് വാട്ട്? ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. ഓക്കെ, സോ ടേക്കിംഗ് ദിസ് എക്സ്പെക്ടേഷൻ ടു ഇൻസൈഡ്, ഏതിനാണ് നമ്മൾ എക്സ്പെക്ടേഷൻ കൊടുക്കാൻ പോകുന്നത്? ഈ റാൻഡം പ്രോസസ്സിനാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി മൈനസ് ആൽഫ. ഓക്കെ, ഇവിടെ കൊടുത്തു ഇൻറ്റു എച്ച് ഓഫ് ആൽഫ ഡി ആൽഫ. Okay, now we know x of t is a random process. x of t is a white sense stationary random process ആണ്. അങ്ങനെ ഒരു പ്രോസസ്സിൻ്റെ ഏത് ഇൻസ്റ്റൻറ്റിൽ മീൻ എടുത്താലും എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. സോ ഈ ഒരു റാൻഡം പ്രോസസ്സിന് എക്സ് ഓഫ് ടി മൈനസ് ആൽഫയുടെ മീൻ എടുത്താൽ എന്തായിരിക്കും? അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബിക്കോസ് എക്സ് ഓഫ് ടി ഈസ് എ വൈറ്റ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്. സോ മീൻ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ആൽഫ ആയാലും ടി മൈനസ് ബീറ്റ ആയാലും ടി മൈനസ് എക്സ് ഓഫ് ടി ടു ആയാലും എക്സ് ഓഫ് ടി ത്രീ ആയാലും ഏത് ഇൻസ്റ്റൻറ്റിൽ എടുത്താലും മീൻ ഹാസ് ടു ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നൗ ലെറ്റ് ദ മീൻ ഓഫ് എക്സ് ഓഫ് ടി, ഓക്കെ, മീൻ ഓഫ് x of t is represented like this, because mean of x of t എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, and let it be represented like this. So this can be represented, ഇതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. So this can be represented as mu x, okay, h of alpha d alpha, where mu x is the constant mean of the random process x of t, which is same as x of t minus alpha. രണ്ടിൻ്റെയും റാൻഡം പ്രോസസ് മീൻ സെയിം തന്നെയാണ്, നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. Now, okay, now mu x being constant, you can take it outside, that is minus infinity to infinity h of alpha d alpha. Now you just look into this equation. ഈ equation ഇവിടെ എന്താണ്? നമുക്ക് ഇവിടെ എന്താണ്? this is mean of output random process അല്ലേ. mean of output random process ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. okay, this is y, this is y, ഓക്കെ, അതാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ RHS നോക്കിക്കേ. RHSനകത്ത് ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല.
എല്ലാം ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആണ്. ദാറ്റ് മീൻസ് വാട്ട്, ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് അർത്ഥം അല്ലേ. ബിക്കോസ് ദിസ് ടേം ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം, ദർ ഇസ് നോ ടൈം വേരിയബിൾ. സോ ദ ഹോൾ തിങ് ഈസ് വാട്ട്, ദ ഹോൾ തിങ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ സാധിക്കും? മീൻ ഓഫ് ഔട്ട്പുട്ട് റാൻഡം പ്രോസസ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഡിനോട്ടഡ് ബൈ mu y എന്ന് നമുക്ക് എഴുതാം. mu y of t അല്ല, mu y because being constant. So from this we can say that the output, okay, the output random process is stationary in mean, ഈസ് സ്റ്റേഷനറി ഇൻ മീൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന് കോൺസ്റ്റൻറ്റ് മീനായിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ മീൻ എന്തായിട്ടാണ് കിട്ടിയത്? മീൻ ഓഫ് ദ റാൻഡം പ്രോസസ് കോൺസ്റ്റൻ്റ് ആണ്, മ്യൂ വൈ എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് വി ഗോട്ട്, ഇതാണ് കിട്ടിയത് അല്ലേ, ദാറ്റ് ഈസ് മ്യൂ എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ആൽഫ ഡി ആൽഫ എന്ന് കിട്ടി. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു രീതിയിലും കൂടി റെപ്രസെൻറ്റ് ചെയ്യാം. പ്ലീസ് ലിസൺ. നൗ വി നോ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പം വാട്ട് യു വിൽ ഗെറ്റ് എച്ച് ഓഫ് എഫ് കിട്ടും അല്ലേ. ഈ എച്ച് ഓഫ് എഫിന്, ഓക്കെ, ഈ എച്ച് ഓഫ് എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഓഫ് ടിയിൽ നിന്ന് ഹൗ വിൽ യു ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി അല്ലേ, എച്ച് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ 2π എഫ് ടി ഡി ടി. എച്ച് ഓഫ് ടിയുടെ ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് ടി. സോ now putting f is equal to 0, putting f is equal to 0 in this equation, you will get it as h of 0 is equal to minus infinity to infinity h of t e raised to 0 dt എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? ഈക്വലൻ്റ് ടു എച്ച് ഓഫ് 0 ആണ്. ഓക്കെ, എച്ച് ഓഫ് ടി എന്തായിരുന്നു? നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ആയിരുന്നു. എച്ച് ഓഫ് എഫ് എന്താണ്? എച്ച് ഓഫ് എഫ് ശരിക്കും ഫ്രീക്വൻസി ആണ് അല്ലേ, ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് കണ്ടുപിടിച്ചു. സോ ദിസ് ഈസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. H of 0 എന്താണ്? ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം വെൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 0. ഫ്രീക്വൻസി 0 ആകുമ്പോഴുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് എന്ത്? എച്ച് ഓഫ് 0. ഇതിന് മറ്റൊരു പേരുണ്ട്, ഫ്രീക്വൻസി 0. ഫ്രീക്വൻസി 0 മീൻസ് എന്താണ്? ഡി സി എന്നാണ് അല്ലേ, ഡി സിക്കല്ലേ ഫ്രീക്വൻസി 0. ഇതിനെ നമ്മൾ ഡി സി ഫ്രീക്വൻസി റെസ്പോൺസ് എന്നും പറയും. ഈ എച്ച് ഓഫ് 0നെ നമ്മൾ ഡി സി ഫ്രീക്വൻസി റെസ്പോൺസ് എന്നും പറയും. സോ എച്ച് ഓഫ് 0 ഡി സി ഫ്രീക്വൻസി റെസ്പോൺസ് മീൻസ് വാട്ട്? ഇതിൻ്റെ ആർ എച്ച് എസ് എൽ എച്ച് എസ് ഇത് ഡി സി ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. സോ ദിസ് ഈസ് ഓൾസോ ഡി സി ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇക്വേഷനകത്ത് അത് ഈ ഒരു പോർഷനെ ദിസ് ഈസ് സിമിലർ ടു ദിസ് റൈറ്റ്. ഇതിൻ്റെ ആർ എച്ച് എസ് നോക്കൂ അല്ലേ, സിമിലർ ആണല്ലേ. ദിസ് ക്യാൻ ബി നൗ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് എച്ച് ഓഫ് 0. സോ ഇതിൻ്റെ ഈ ഒരു പോർഷൻ മ്യൂ എക്സ് ഇൻറ്റു ഇതിനെ നമുക്ക് എച്ച് ഓഫ് 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നൗ വാട്ട് ഡസ് ദിസ് സ്റ്റേറ്റ്? This state that the mean of the output random process, okay, is the product of the mean of input random process and DC response of the system. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ഇക്വേഷൻ കിട്ടി. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഒബ്സർവ് ചെയ്യാൻ ഇവിടെ നമുക്ക് കഴിഞ്ഞു. എന്താണ്? റാൻഡം പ്രോസസ്സ്, ഔട്ട്പുട്ട് റാൻഡം പ്രോസസ്സ്. ഓക്കെ, ദ ഔട്ട്പുട്ട് റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത് മീൻ സ്റ്റേഷനറി ആണ്, അതായത് അതിൻ്റെ മീൻ കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. സോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, വൈഡ് സെൻസ് സ്റ്റേഷനറി ആകാനുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഔട്ട്പുട്ടിൻ്റെ മീൻ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഈ എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഓട്ടോ കോറിലേഷൻ എന്താണെന്ന് ഒബ്സർവ് ചെയ്യാം. Okay, now let's find out what is the autocorrelation of this random process.
ലെറ്റ്സ് ഫൈൻഡ് വാട്ട് ഈസ് ദ ഓട്ടോ കോറിലേഷൻ ഓഫ് ദിസ് റാൻഡം പ്രോസസ്സ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ ഓട്ടോ കോറിലേഷനാണ്. അപ്പോൾ നോർമലി ഒരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓഫ് ടൈം, ഓക്കെ, അതിൻ്റെ ഓട്ടോ കോറിലേഷൻ കാണണമെങ്കിൽ ശരിക്കും നമ്മൾ 2 ഇൻസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ നോർമലി എക്സ് ഓഫ് ടി ആണെങ്കിൽ എങ്ങനെയായിരുന്നു, എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് ടി പ്ലസ് ടൗ എടുത്തിട്ടാണ് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുമ്പോൾ യു വിൽ ഗെറ്റ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി. സിമിലർലി വൈ ഓഫ് ടി വേണമെങ്കിൽ ഇവിടെ ഒരു ടൈം ഇൻ്റർവെൽ കാണണം, അതിനുശേഷം ഒരു ടോ ഷിഫ്റ്റ് എടുത്തിട്ട് നമ്മൾ വേറൊരു ടൈം ഇൻ്റർവെൽ കാണണം. ആ 2 ടൈം ഇൻ്റർവെല്ലിലെയും റാൻഡം വേരിയബിൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് വൈ ഓഫ് ടി. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് വൈ ഓഫ് ടി ഔട്ട്പുട്ട് റാൻഡം പ്രോസസ്സ് അറ്റ് ടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതെന്താണ് നമുക്കറിയാം, ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിന് അതേ ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ വൈ ഓഫ് ടി എന്താണെന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് വൈ ഓഫ് ടി. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് റാൻഡം പ്രോസസ്സ് അറ്റ് ടൈം ടി നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് എക്സ് ഓഫ് ടി മൈനസ് ആൽഫ into h of alpha d alpha. Now what I am going to do is I am going to shift y of t. Okay, y of t I am going to shift. Y of t is shifted by tau. ഓക്കെ, വൈ ഓഫ് ടീനെ ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് ടൗ. അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടോ പ്ലസ് ടി പ്ലസ് ടൗവിലുള്ള ആ ഒരു റാൻഡം അവിടുത്തെ ആ ഒരു ഫംഗ്ഷനെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. ഓർ ദിസ് വൈ ഓഫ് ടി ഓർ ദിസ് വൈ ഓഫ് ടിയെ ഞാൻ അല്ലെങ്കിൽ ടോ ടൈംസ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് വൈ ഓഫ് ടിയെ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്ലീസ് മേക്ക് ദിസ് ക്ലിയർ ബിക്കോസ് ദിസ് മൈറ്റ് ബി എ ലിറ്റിൽ കൺഫ്യൂസിങ് ഫോർ സം സ്റ്റുഡൻസ്. ഓക്കെ, ഞാനിവിടെ എന്താ ചെയ്തത്, വൈ ഓഫ് ടിയെ ടോ ടൈംസ് ഷിഫ്റ്റ് ചെയ്തു. സോ വൈ ഓഫ് ടി ആണല്ലോ എൽ ടിയുടെ ഔട്ട്പുട്ട്, ടി പ്ലസ് ടൗ കിട്ടി. ഓക്കെ, അപ്പോൾ നോർമലി ആദ്യം നമ്മൾ എന്തായിരുന്നു, വൈ ഓഫ് ടി നമുക്ക് എപ്പോഴായിരുന്നു കിട്ടിയത്, എക്സ് ഓഫ് ടി ഇൻപുട്ട് കൊടുത്തപ്പോൾ അല്ലേ. ഇനിയിപ്പോൾ വൈ ഓഫ് ടി പ്ലസ് ടൗ ആണ് കിട്ടേണ്ടതെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം, എക്സ് ഓഫ് ടി പ്ലസ് ടൗ ആയിരിക്കണം. ബിക്കോസ് ദിസ് എ ലീനിയർ സിസ്റ്റം. നമ്മളിവിടെ ആ ഒരു ടൈം ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ടൈം ഷിഫ്റ്റ് കിട്ടും. പക്ഷേ 2 കേസിലും ഇമ്പൾസ് റെസ്പോൺസ് സിസ്റ്റം എന്താണ്, എച്ച് ഓഫ് ടി ആണ്. ഓക്കെ, ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയത്, ഓക്കെ, ദിസ് ഇക്വേഷൻ ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയത് ഇത് വെച്ചിട്ടാണ് അല്ലേ. വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി, അതിനെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി ഹൗ വിൽ യു റൈറ്റ് ദ ഇക്വേഷൻ ഫോർ വൈ ഓഫ് ടി പ്ലസ് ടൗ? y of t plus tau is equal to minus infinity to infinity. Now what is the input, x of t plus tau. ഇവിടെ എന്തായിരുന്നു ഇൻപുട്ട്, x of t ആയിരുന്നു. x of t യെ ആൽഫ ടൈംസ് ഷിഫ്റ്റ് ചെയ്തു. ഇവിടുത്തെ ഇൻപുട്ട് എന്താണ്, x of t plus tau ആണ്. x of t plus tau അതിനെ നമ്മൾ വീണ്ടും ഇവിടെ ആൽഫ ടൈംസ് ഷിഫ്റ്റ് ചെയ്തു. ഞാനിവിടെ വേറൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, ബീറ്റ ടൈംസ് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇൻറ്റു ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ആണ്. പക്ഷെ ഇവിടെ കൊടുത്ത ഷിഫ്റ്റ് ബീറ്റ ആയതുകൊണ്ട് എച്ച് ഓഫ് ബീറ്റ ഡി ബീറ്റ എന്ന് എഴുതി. സി ദ ലോജിക് ഈസ് സിമ്പിൾ. ഇവിടെ എക്സ് ഓഫ് ടി ആയിരുന്നു, കൺവല്യൂഷൻ അപ്ലൈ ചെയ്തു. കൺവല്യൂഷൻ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി അപ്ലൈ ചെയ്തപ്പം ഇവിടെ എക്സ് ഓഫ് ടി മൈനസ് ആൽഫ ആൻഡ് ദിസ് ഷിഫ്റ്റ് വാസ് ഗിവൺ ഇമ്പൾസ് റെസ്പോൺസ് ഓൾസോ. ഇവിടെ നമ്മൾ ഇൻപുട്ട് എന്താണ്, ഇതാണ്. സോ ഐ ഓഫ് ടി പ്ലസ് ടൗ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ് ഓഫ് ടി പ്ലസ് ടൗ കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി ആണ്. ഓക്കെ, എക്സ് ഓഫ് ടി പ്ലസ് ടൗ കൺവല്യൂട്ടഡ് വിത്ത് what, h of t. Now this is ഇക്വേഷൻ ഇതാണ്. എക്സ് ഓഫ് ടി പ്ലസ് ടൗവിനെ എങ്ങനെ നമ്മൾ എഴുതുന്നത്, എക്സ് ഓഫ് ടി പ്ലസ് ടൗവിന് നമ്മൾ ഷിഫ്റ്റ് കൊടുക്കണം അല്ലേ. എക്സ് ഓഫ് ടിക്ക് നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ എക്സ് ഓഫ് ടിക്ക് വരെ എക്സ് ഓഫ് ടി പ്ലസ് ടൗ ആണ്. സോ ഇവിടെ മൈനസ് ആൽഫ എക്സ് ഓഫ് ടിക്ക് ഷിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഹോൾ തിങ് ടി പ്ലസ് ടൗവിന് മൈനസ് ബീറ്റ ഷിഫ്റ്റ് കൊടുത്തു, എച്ച് ഓഫ് ബീറ്റ ഡി ബീറ്റ. അപ്പോൾ ഈ 2 ഇക്വേഷൻ നമുക്ക് എഴുതി. ഈ വൈ ഓഫ് ടിയും വൈ ഓഫ് ടി പ്ലസ് ടൗ എഴുതിയാൽ ഇനി നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കാണാൻ എളുപ്പമാണ്. ഓക്കെ, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് ദ ഔട്ട്പുട്ട് റാൻഡം പ്രോസസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, സി ഇഫ് യു ഹാവ് വൈ ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി പ്ലസ് ടോ, വാട്ട് ഈസ് ദ ഇക്വേഷൻ, എക്സ്പെക്റ്റേഷൻ എടുക്കണം. എന്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ, ഏതിൻ്റെ പ്രൊഡക്റ്റ്, വൈ ഓഫ് ടിയുടെയും വൈ ഓഫ് ടി പ്ലസ് ടൗവും കൂടി നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുക്കുക. ഓക്കെ, now that is equal to, now you substitute, okay, you substitute this equation 1 and equation 2 in this equation 3. equation 3 ലേക്ക് substitute ചെയ്യണം. okay, substitute equation 1 and 2 in 3. so what you will get, the autocorrelation function of the output random process, the autocorrelation function of the output random process is equal to expectation of y of t എന്താണ്, ഇത് substitute ചെയ്യുക, minus infinity to infinity
x of t minus alpha into h of alpha d alpha, okay, into what is y of t plus tau, the third equation, minus infinity to infinity, okay, x of t plus tau minus beta into h of beta d beta എന്ന് എഴുതാം. ഓക്കെ, നൗ എഗെയിൻ ഞാൻ പറഞ്ഞു എക്സ്പെക്റ്റേഷൻ ഓപ്പറേറ്റർ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആ ഇൻ്റഗ്രേഷൻ്റെ രണ്ട് ഇൻ്റഗ്രേഷനും പുറത്തേക്ക് എഴുതിയിട്ട് എക്സ്പെക്റ്റേഷൻ ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ദിസ് ഈസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എക്സ്പെക്റ്റേഷൻ ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ എക്സ് ഓഫ് ടി മൈനസ് ആൽഫയ്ക്കും ഈ എക്സ് ഓഫ് ഫംഗ്ഷന് ഞാൻ എക്സ്പെക്റ്റേഷൻ കൊടുത്തു. എക്സ് ഓഫ് ടി മൈനസ്, ബിക്കോസ് എക്സ് ഓഫ് ടി മൈനസ് ആൽഫ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടൗ മൈനസ് ബീറ്റയ്ക്ക് ഞാൻ ഈ എക്സ്പെക്റ്റേഷൻ ഓപ്പറേറ്റർ കൊടുത്തു. അതാണല്ലോ ടൈം ഡിപ്പെൻഡൻറ്റ്. ദിസ് ഈസ് എച്ച് ഓഫ് ആൽഫയും എച്ച് ഓഫ് ബീറ്റയും ഇമ്പൾസ് റെസ്പോൺസിൻ്റെയാണ്. അത് നമ്മൾ ഇവിടെ എഴുതി. അതിന് എക്സ്പെക്റ്റേഷൻ കൊടുക്കണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, നൗ ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് ശരിക്കും എന്താ ഡിനോട്ട് ചെയ്യുന്നത്? ആ റാൻഡം പ്രോസസ്സ്, എക്സ് ഓഫ് ടിയുടെ റാൻഡം പ്രോസസ്സിനെ രണ്ട് ടൈമിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുവാണ്. ഒന്ന് ഈ ടൈം ഇൻ്റർവെല്ലിൽ, ഒന്ന് ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ. അപ്പോൾ ഒരേ റാൻഡം പ്രോസസ്സിനെ രണ്ട് ടൈം ഇൻ്റർവെല്ലിൽ ഒബ്സർവ് ചെയ്യുമ്പം, അതായത് ഈ രണ്ടെണ്ണം കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പെക്റ്റേഷൻ ഓപ്പറേറ്ററാണ് എടുത്തിരിക്കുന്നത്. അന്നേരം അതെന്താണ്? അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനാണ് അല്ലേ? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനാണ് ഈ സെയിം റാൻഡം പ്രോസസ്സിനെ ടു ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ആ രണ്ട് റാൻഡം വേരിയബിളിൻ്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഫൈനലി എക്സ്പെക്റ്റേഷൻ ചെയ്തിരിക്കുവാണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അല്ലേ? ആർ എക്സ് ഓഫ് ടൗ ആണ്. ആ ടൗ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ആണ് അല്ലേ? ഇതിൻ്റെയും ടൈം ഡിഫറൻസ് ആണ്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഇങ്ങനെയല്ല എഴുതിയത്. ഓക്കെ, ദിസ് വാസ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് ആർ എക്സ് ഓഫ് ടൗ അല്ലേ? എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ദിസ് വാസ് ദ ഇക്വേഷൻ. റൈറ്റ് ഇറ്റ് വൺസ് മോർ. അവർ ഇക്വേഷൻ വാസ് ദിസ്. ഓക്കെ, ആർ എക്സ് ഓഫ് ടൗ വാസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടൗ അല്ലേ? അപ്പോൾ ഇവിടെ ഈ ടൗ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതിൻ്റെയും ഡിഫറൻസ് ആയിരുന്നു. നോക്കി, ഇത് ടി പ്ലസ് ടൗ അല്ലേ? ടി പ്ലസ് ടൗ മൈനസ് ടി, കണ്ടോ? ടൗ കിട്ടി. ബിക്കോസ് എക്സ് ഓഫ് ടി ഒരു വൈറ്റ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ് ആണ്. സോ ഇതിൻ്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈം ഡിഫറൻസ്. ആ ടൈം ഡിഫറൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദിസ് മൈനസ് ദിസ്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം നമുക്ക്? ആ ഒരു ഫംഗ്ഷനെ ടി പ്ലസ് tau minus beta, okay, this time minus of t minus alpha and open ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും അല്ലേ? ഇതിനകത്തുനിന്ന് I think t will get cancelled. So this can be written as minus infinity to infinity, minus infinity to infinity. ഈ ടേമിന് പകരം I can write it as the auto correlation function tau minus beta plus alpha എന്ന് കിട്ടും. Okay, tau minus beta plus alpha into h of alpha into h of beta into what? d alpha d beta. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിൻ്റെ LHS എന്താണ്? LHS എന്താണ് ശരിക്കും? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട് റാൻഡം പ്രോസസ് ആണ്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണെന്ന് നോക്കിക്കേ, ടൗലാണല്ലേ? ഡിപ്പെൻസ് only on the time shift. സി T1 T2 ഒന്നുമില്ല. ഈ ഒരു RHS നോക്കുവാണെങ്കിൽ ദിസ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഓൺലി വാട്ട്? ദിസ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ടൗ അല്ലേ? ഇവിടെ ടൗ ഇൻ്റർവെൽ മാത്രമേ ഉള്ളൂ. ആൽഫ ബീറ്റ ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ വേരിയബിളാണ്. ടൗവിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഓൺലി ഓൺ ടൗ. ടൗ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടൈം ഷിഫ്റ്റ് ആണ്. സോ ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് ദ ഔട്ട്പുട്ട് റാൻഡം പ്രോസസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ടൗ. ആൽഫ ആൻഡ് ബീറ്റ അതിൻ്റെ ഇൻ്റഗ്രേഷൻ വേരിയബിൾസ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ വി ക്യാൻ സേ y of t ഈസ് സ്റ്റേഷനറി ഇൻ ഓട്ടോ കോറിലേഷൻ എന്ന് പറയാം. നേരത്തെ നമുക്ക് എന്തുവായിരുന്നു കിട്ടിയത്? y of t ഈ സ്റ്റേഷനറി ഇൻ മീൻ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? y of t ഈസ് സ്റ്റേഷനറി ഇൻ ഓട്ടോ കോറിലേഷൻ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അന്നേരം നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ബിക്കോസ് ഇവിടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ടൈം ഷിഫ്റ്റ് ആയിരുന്നു. സോ ദാറ്റ് മീൻസ് y of t ഈസ് സ്റ്റേഷനറി ഇൻ ഓട്ടോ കോറിലേഷൻ. സോ y of t ഈസ് സ്റ്റേഷനറി ഇൻ മീൻ. അത് നമുക്ക് കിട്ടി. മീൻ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടി അല്ലേ?
പിന്നെ ഇപ്പം നമുക്ക് കിട്ടിയത് എന്തുവാ? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്തിൻ്റെ ഓട്ടോ കോറിലേഷൻ എന്തിൻ്റെ ഫംഗ്ഷനാണെന്ന് കിട്ടി? ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ടൈം ഡിഫറൻസ് ടൗ എന്നും കിട്ടി. സോ വാട്ട് വി ക്യാൻ കൺക്ലൂഡ് y ഓഫ് ടി ഈസ് എ വൈറ്റ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ് എന്ന് കിട്ടി. ദിസ് വാസ് വാട്ട് വി ഹാവ് ടു പ്രൂവ്. നമ്മളൊരു വൈറ്റ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്സ് ഒരു LTI ഇൻപുട്ട് സിസ്റ്റത്തിൽ LTIൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തപ്പോൾ നമുക്ക് നമ്മളിവിടെ പ്രൂവ് ചെയ്തു? ഔട്ട്പുട്ട് y ഓഫ് ടിയും ഒരു WSS റാൻഡം പ്രോസസ്സാണെന്ന് കിട്ടി. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു പ്രൂവ് ഹിയർ. താങ്ക് യു.